മുഖം വരയ്ക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് ലൂമീസ്. അതുമാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ മുഖം വരയ്ക്കാനുള്ള ബേസിക് പ്രപ്പോർഷനും കൂടി മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഖത്തിൻ്റെ ബേസിക് പ്രപ്പോർഷൻ പ്ലസ് ലൂമീസ് മെത്തേഡാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് അടിച്ചു പോയാൽ മനസ്സിലാകില്ല. ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റെപ്പ് നമ്പർ 1, മുഖം വരയ്ക്കുന്നതിൻ്റെ ആദ്യഘട്ടമായി ഒരു വൃത്തം വരയ്ക്കാം. യാതൊരു അളവും കൂടാതെയാണ് വരച്ചിരിക്കുന്നത്. ഇനി കോമ്പസ് ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ ഉപയോഗിച്ച് ഈസിയായി വൃത്തം വരയ്ക്കാം. സ്റ്റെപ്പ് നമ്പർ 2, വൃത്തത്തിന് നടുവിലൂടെ ഒരു വെർട്ടിക്കൽ സെന്റർ ലൈന് വരയ്ക്കുക. ദെൻ വൃത്തത്തിന്റെ നടുവിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈനും കൂടി വരയ്ക്കാം. സ്റ്റെപ്പ് നമ്പർ 3, ഫേസിനെ 3 ഭാഗങ്ങളാക്കിയിട്ട് 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് വിഭജിക്കുക. ഫസ്റ്റ് പാർട്ട് ഹെയർ ലൈൻ മുതൽ ഐബ്രോ ലൈൻ വരെ, സെക്കൻഡ് പാർട്ട് ഐബ്രോ ലൈൻ മുതൽ നോസ് ബേസ് വരെ, തേർഡ് പാർട്ട് നോസ് ബേസ് മുതൽ ചിൻ വരെ. ഇതാണ് ബേസിക് ഫേസ് പ്രപ്പോർഷൻ. സ്റ്റെപ്പ് നമ്പർ 4, സർക്കിളിന്റെ 2 സൈഡിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്തതുപോലെ ഒരു നേരായ ലൈൻ വരയ്ക്കുക. ഇത് ഫേസ് ഏത് ദിശയിലേക്കാണ് നോക്കുന്നത് എന്ന് കാണിക്കാൻ സഹായിക്കും. സ്റ്റെപ്പ് നമ്പർ 5, മെയിൽ ഫേസിൽ ജോ ഷാർപ്പ് ആയിരിക്കും, പക്ഷേ ഫീമെയിൽ ഫേസിൽ ജോ ഓൾവേസ് റൗണ്ട് ആൻഡ് സ്മൂത്ത് ആയിരിക്കും. ഫീമെയിൽ ഫേസ് ആയതുകൊണ്ട് സർക്കിളിന്റെ സൈഡ് കട്ടിൽ നിന്ന് ചിന്നിലേക്ക് സ്മൂത്ത് ജോ കർവ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 6, തലയുടെ മുഴുവനായിട്ടുള്ള ഭാഗം എടുത്തിട്ട് അതിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തുക. ഇവിടെയാണ് കണ്ണുകൾ വരുന്നത്. സ്റ്റെപ്പ് നമ്പർ 7, കണ്ണിന്റെ വലുപ്പം കണക്കാക്കാൻ 5 ഐ റൂള് അപ്ലൈ ചെയ്യാം. അതായത് ഒരു മുഖത്തില് 5 കണ്ണുകൾ ഉണ്ട് എന്ന് കരുതുക. ഇതിനെ കറക്റ്റായി ഭാഗിക്കാൻ ഈ ഭാഗത്തിന്റെ സെന്റർ ഭാഗം അടയാളപ്പെടുത്തുക. പിന്നെ അതിന്റെ സെന്റർ, ദെൻ ഇതിന്റെ കൂടി സെന്റർ, അതേപടി അടുത്ത സൈഡും. ഇങ്ങനെ കിട്ടും. അപ്പോൾ തുല്യമായ 3 കണ്ണുകളും 2 സൈഡിൽ പകുതി കണ്ണുകൾ വീതം, അങ്ങനെ ടോട്ടൽ 5 കണ്ണുകൾ. സ്റ്റെപ്പ് നമ്പർ 8, മൂക്കിന്റെ വീതി 2 കണ്ണുകളുടെ ഇടയിലുള്ള ദൂരമാണ്. സ്റ്റെപ്പ് നമ്പർ 9, ലിപ്സിന്റെ പ്ലേസ്മെന്റ് നോസ് ബേസിനും ചിന്നിനും ഇടയിൽ 3 തുല്യ ഭാഗങ്ങളാക്കി അതിന്റെ ഫസ്റ്റ് ഭാഗം. സ്റ്റെപ്പ് നമ്പർ 10, ചെവിയുടെ ഭാഗം എന്ന് പറയുന്നത് ഇയർ ടോപ്പ് ഐബ്രോ ലൈനിനും ഇയർ ബോട്ടം നോസ് ബേസിനും ഇടയിലാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പെൻ ഉപയോഗിച്ച് വരയ്ക്കാം. എല്ലാവർക്കും വരുന്ന കോമൺ ഡൗട്ടാണ് മുഖത്തിന്റെ ബേസിക് പ്രപ്പോർഷൻ എന്നത് എല്ലാ ഫേസിലും ഒരുപോലെയാണോ അതോ ഡിഫറെന്റ് ആണോ എന്നുള്ളത്. ബേസിക് ഫേസ് പ്രപ്പോർഷൻ എല്ലായിടത്തും സെയിം ആണ്, പക്ഷേ ഫീച്ചേഴ്സിന്റെ ഷേപ്പ്, സൈസ്, സ്പേസിങ് എല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. ഒന്നുകൂടെ ക്ലിയർ ആയി പറയുവാണെങ്കിൽ, ഒരു കെട്ടിടത്തിന് അടിത്തറ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ മുഖം ശരിയായി വരയ്ക്കാൻ ബേസിക് ഫേസ് പ്രപ്പോർഷനാണ് അടിത്തറ. പ്രപ്പോർഷൻ ശരിയായില്ലെങ്കിൽ എത്ര ഡീറ്റെയിൽ ആഡ് ചെയ്താലും ഫേസ് നാച്ചുറലായി കാണില്ല. അതുകൊണ്ടാണ് പ്രപ്പോർഷൻ മുഖം വരയ്ക്കുന്നതിന്റെ അടിത്തറ എന്ന് പറഞ്ഞത്. ലിപ്പിന്റെ വീതി എന്ന് പറയുന്നത് 2 കൃഷ്ണമണിയും തമ്മിലുള്ള ദൂരമാണ്. ഇതില് ലൂമീസ് മെത്തേഡ് എവിടെ എന്ന് ചോദിക്കുന്നവർക്ക് സർക്കിളിനെ ബേസാക്കി 2 സൈഡും കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് പ്രപ്പോർഷൻ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ലൂമീസ്. ഇങ്ങനെ ലൂമീസ് മെത്തേഡും ബേസിക് പ്രപ്പോർഷനും പ്രാക്ടീസ് ചെയ്താൽ ഏത് ആംഗിളിലും ഫേസ് ഡ്രോയിങ് ചെയ്യാൻ നമ്മൾക്ക് എളുപ്പമാകും.
അവസാനമായി ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. തലയെ 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാം. 1/2 1/2 എന്നിങ്ങനെ. അതിന്റെ മധ്യഭാഗത്താണ് കണ്ണുകൾ വരയ്ക്കേണ്ടത്. ഫേസ് വരയ്ക്കാൻ 3 തുല്യ ഭാഗങ്ങൾ ആക്കുന്നു. 1/3 1/3 1/3 എന്നിങ്ങനെ. ഫസ്റ്റ് ഹെയർ ലൈൻ, സെക്കൻഡ് ബ്രോ ലൈൻ, തേർഡ് നോസ് ലൈൻ, ഫോർത്ത് ചിൻ ലൈൻ. ലിപ്പിന്റെ ഭാഗം നോസ് ബേസിനും ചിന്നിനും ഇടയിൽ 3 തുല്യ ഭാഗം 1/3 1/3 1/3 എന്നിങ്ങനെ. അതിന്റെ ഫസ്റ്റ് ലൈനിൽ അപ്പർ ലിപ്പ് മേലെ, ലോവർ ലിപ്പ് താഴെ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബും ലൈക്കും ഹൈപ്പും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്